നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ടിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, എൻ്റെ പൂന്തോട്ടമാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണേ. ഞാൻ നട്ട് വളർത്തി വിരിയിച്ചെടുത്ത ഒരു പൂക്കൾ, അത് ഞാൻ വിരിയിച്ചതല്ല, ഞാൻ നട്ട് വളർത്തി പൊന്നോമനകളെ പോലെ മക്കളെ പോലെ കൊണ്ട് നടന്ന് വളർത്തിയെടുത്ത കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളെ. അപ്പോൾ എനിക്ക് ചെടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. ഞാൻ എവിടെ ചെടി കണ്ടാലും എനിക്കിഷ്ടപ്പെട്ട ചെടിയാണെങ്കിൽ ഞാൻ പറിച്ചെടുക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെന്ന് പറഞ്ഞാൽ. ചില ചെടികൾ എത്ര നട്ടാലും പിടിക്കില്ല കേട്ടോ. പക്ഷേ എന്നാലും ഞാനത് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഞാനത് പറിച്ചുകൊണ്ടുവന്ന് നടും. ചിലതൊന്നും ആരും കാണാണ്ട് വരെ ഞാൻ കട്ട് പറിച്ചുകൊണ്ടുവന്ന് വരെ നട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പോണ സമയത്തൊക്കെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോണ സമയത്ത് ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ, ചില വീടുകളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ചെടികളിങ്ങനെ പൂത്തുടങ്ങി നിൽക്കണം കാണുമ്പോൾ എന്ത് രസം കാണാൻ, കൊത്തിയാവും. അപ്പോൾ അവരോട് ചോദിക്കാനൊന്നും പറ്റില്ല, വല്ല പട്ടിയൊക്കെ ഉണ്ടെങ്കിലോ. പിന്നെ വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, നൈസായിട്ട് അങ്ങോട്ട് ഒടിച്ചെടുക്കും കേട്ടോ. ചെറുതായിട്ട് പനി പിടിച്ചിരിക്കുന്നു വീണ്ടും. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചിലതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മാറിപ്പോവല്ല, തെറ്റിപ്പോണം. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ ചെടീനെ കാണിക്കാനാണല്ലോ വന്നത്. അപ്പം കണ്ട ഈ ചെടിയിൽ ഈ വെള്ളപ്പൂ ഉണ്ടായിക്കണേ, അതിൻ്റെ പേര് ഞാൻ പറയണ മൂന്നാർ ജമന്തി എന്നാണ് കേട്ടോ. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ് കേട്ടേക്കണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് പറയണേ. അപ്പോൾ ആ ചെടി ഞാൻ എന്തോരം നാളായെന്ന് അറിയാമോ കൊണ്ടുവന്നിട്ടിട്ട്. അതിനകത്ത് ആകെ ഒരേ ഒരു തവണ മാത്രം പൂത്തുലഞ്ഞിട്ടുണ്ടായുള്ളൂ. പിന്നെ ഉണ്ടായത് ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ ആ പൂത്തുലഞ്ഞ് നിൽക്കണേ. പിന്നെ ചെത്തിയാണെങ്കിലും നട്ടിട്ട് കുറേ നാളായിരുന്നു കേട്ടോ. പക്ഷേ അതിനകത്തൊന്നും പൂ പിടിക്കണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ, ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാറില്ല കേട്ടോ. കാരണം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ, പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫലമൊക്കെയാണല്ലോ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ്, അതായത് ഉള്ളിത്തൊണ്ട്, പിന്നെ മുട്ടത്തൊണ്ട്, ഇതൊക്കെ ഇടാന്ന് വെച്ചാലും ഇവിടെ എല്ലാവർക്കും കോഴികളുള്ളായിരുന്നുണ്ട്. പിന്നെ അത് മൊത്തം അടിച്ചു വാരി കളയേണ്ട അവസ്ഥ ആണ് ഇവിടെ ഉള്ളത് നിലവിൽ. അത് കാരണം കൊണ്ട് തന്നെ അങ്ങനത്തെ വേസ്റ്റൊന്നും ഇപ്പോൾ തൽക്കാലം ഇടാറില്ല കേട്ടോ. പിന്നെയാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. എന്താണെന്നറിയോ, നമ്മുടെ കഞ്ഞുള്ളല്ലേ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആ കഞ്ഞുള്ളത്തിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അരി കഴുകണതോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതായി കഴിയുമ്പോൾ നമുക്ക് വലിയ ചിലവുമില്ല, കഞ്ഞുള്ളല്ലേ, എന്തായാലും കളയാനുള്ള സാധനമാണല്ലോ. അപ്പോൾ ഞാൻ ഈ കഞ്ഞുള്ളത്തിലേക്ക് അരി കഴുകണ വെള്ളം, പിന്നെ എൻ്റെ കുഞ്ഞിക്കുറുമ്പിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കണേ ബാക്കി വന്ന വേസ്റ്റ്, അതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ വച്ചേർന്ന് ഒരു 2 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് പുളിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോഴികൾക്ക് പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവുകയില്ല. പിന്നെ ചെടികളൊക്കെ ഒരുവിധം നല്ല പൂത്തൊലഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ.